കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ സാഹിത്യവും മാനവികതയും എന്ന പുസ്തകത്തിൽ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ എൻ്റെ കൊച്ചുമകന് എന്ന് പറയുന്ന ഒരു പാഠ്യഭാഗമുണ്ട് നമുക്ക് പഠിക്കാൻ. ഇന്ത്യയുടെ പാൽക്കാരൻ അല്ലെങ്കിൽ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നെല്ലാം അറിയപ്പെട്ട ഡോക്ടർ വർഗീസ് കുര്യൻ ഇന്ത്യൻ പാൽ വ്യവസായത്തിൽ വിപ്ലവം സൃഷ്ടിച്ച അതുല്യ പ്രതിഭയായിരുന്ന ഒരു എൻജിനീയറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകന് എഴുതുന്ന രീതിയിലുള്ള ഒരു കത്താണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. തൻ്റെ കൊച്ചുമകനായ സിദ്ധാർത്ഥിന് വർഗീസ് കുര്യൻ അയക്കുന്ന ഒരു കത്താണ് ഈ പാഠ്യഭാഗത്തെ പ്രതിപാദ്യം. നൂതനമായിട്ടുള്ള നിരവധി ആശയവിനിമയ മാർഗങ്ങൾ വന്നു കഴിഞ്ഞിട്ടും ഒരു എഴുത്തു നൽകുന്ന ആനന്ദത്തെപ്പറ്റി അദ്ദേഹം സൂചിപ്പിക്കുന്നു. വീണ്ടും വീണ്ടും വായിക്കാനുള്ള ഒരു സമ്പാദ്യമായി നിലകൊള്ളുന്ന ഒന്നാണ് കത്ത് എന്നുള്ളത്. തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ അടയാളപ്പെടുത്തുന്ന വിലയേറിയ ഓർമ്മ കൂടിയാണ് ഓരോ എഴുത്തും. അത് 1-2 പതിറ്റാണ്ടുകൾക്കോ വർഷങ്ങൾക്കോ ശേഷം ഈ കത്ത് വായിക്കുമ്പോൾ രാജ്യത്തെ കർഷകരെക്കുറിച്ചും 21ാം നൂറ്റാണ്ടിന് മുമ്പുള്ള കാലത്തെക്കുറിച്ചുള്ള രേഖപ്പെടുത്തലുകൾ ഇതിലുണ്ടായിരിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യാനന്തരമാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. തങ്ങളുടെ സ്വപ്നത്തിലെ ഇന്ത്യക്ക് വേണ്ടി സംഭാവന ചെയ്യുക എന്നതായിരുന്നു അക്കാലത്തെ രാഷ്ട്രീയ ദൗത്യം. അന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വിശപ്പായിരുന്നു. വിശപ്പിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയവരായിരുന്നു അക്കാലത്തെ ജനത. അതോടൊപ്പം തന്നെ പാലുൽപാദകരായ കർഷകരുടെ ജീവിതത്തെ സംബന്ധിച്ച് ചില നിർണായക തീരുമാനങ്ങൾ അന്നത്തെ ഇന്ത്യയിൽ പ്രധാനമായിരുന്നു. കർഷകരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സാധ്യതകളിലേക്ക് താൻ എത്തിപ്പെട്ടതിനെ പറ്റിയും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മറ്റ് പല ജോലികളിലേക്കും എത്തിപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ആനന്ദം കണ്ടെത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹം അർത്ഥപൂർണമാക്കിയ ഘട്ടത്തിലേക്ക് തിരിച്ചെത്തുന്നത് പ്രവർത്തന നിരതരായ അനേകം പേരുടെ സ്നേഹത്തിലൂടെ ഇന്ത്യക്ക് സംഭാവന നൽകാൻ അദ്ദേഹത്തിനെ സഹായിക്കുന്നത് ഇത്തരത്തിലൊരു നവീന ചിന്തയാണ് എന്ന് പറയുന്നു. മാതാപിതാക്കളും കുടുംബത്തിലെ മുതിർന്നവരും നൽകിയ മൂല്യങ്ങളാണ് ആനന്ദിനെ ഇദ്ദേഹത്തിന് വഴികാട്ടിയായി തീരുന്നത്. സ്വയം സത്യസന്ധരായിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ മൂല്യമെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അതാണ് ഏറ്റവും വലിയ ഒരു പോയിൻ്റ്, സ്വയം സത്യസന്ധരായിരിക്കുക എന്നുള്ളത്. ഇല്ലാത്തതിനെ ആലോചിച്ച് വിഷമിക്കുന്നതിന് പകരം ഉള്ളതിനെ ഉൾക്കൊണ്ടും സ്നേഹിച്ചും മുന്നോട്ട് പോകുകയാണ് വേണ്ടതെന്ന് വർഗീസ് കുര്യൻ സൂചിപ്പിക്കുന്നു. 1999 ഇദ്ദേഹത്തിന് രാഷ്ട്രപതിയിൽ നിന്ന് ലഭിച്ച പത്മവിഭൂഷൺ കഴുത്തിലെടുത്തണിഞ്ഞ കൊച്ചുമകനോട് ഇവർ പറയുകയാണ്, ഇത് നിൻ്റേതു കൂടിയാണ് എന്ന്, നീയും ഇത്തരത്തിലുള്ള ബഹുമതികളെ നേടണമെന്ന്. സ്വാർത്ഥരഹിതമായ സേവനമാണ് ജീവിതമൂല്യമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിലെ സന്തോഷം നമുക്ക് ചുറ്റും തന്നെ ഉണ്ടെന്ന തിരിച്ചറിവാണ് വിവേകപൂർണമായി നാം നേടേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. പുതിയ തലമുറയിലെ കുട്ടികളും ഈ ചിന്തകൾ ഉൾക്കൊള്ളണമെന്നും തനിക്ക് പ്രതീക്ഷയുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഡോക്ടർ വർഗീസ് കുര്യൻ അദ്ദേഹത്തിൻ്റെ ഈ കത്ത് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, താങ്ക് യു.